വെൽ ഡൺ ടീം ഇന്ത്യ. ക്രിക്കറ്റിനെ നെഞ്ചോട് ചേർത്ത 145 കോടി ജനതയുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി അവർ ഇതാ വിശ്വകിരീടത്തിലേക്ക്. അതെ, ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം ചരിത്രത്തിലാദ്യമായി വിശ്വകിരീടം നേടിയിരിക്കുന്നു. 1973 ആദ്യത്തെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്നത്. വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് 1973. അതിനുശേഷം നാളിങ്ങോട്ട് പലപ്പോഴായി ഇന്ത്യ ആ മത്സരവേദിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ നമുക്കൊരു വിശ്വ കിരീടം നേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതാ 2025 ഇന്ത്യക്ക് ആദ്യ വിശ്വ കിരീടം ലഭിച്ചിരിക്കുന്നു. 1973 ഈ ഒരു മത്സരം നടക്കുന്നത്, അല്ലെങ്കിൽ ആദ്യ വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. ഇംഗ്ലണ്ട് ആദ്യ വിജയികളും ഇംഗ്ലണ്ട് തന്നെയായിരുന്നു. ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് അന്ന് വിശ്വകിരീടം നേടുന്നു. അതിനുശേഷം ഇതാ ഇന്ന് 2025 ഇന്ത്യ വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയിരിക്കുന്നു. ഇന്ത്യ വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടിയിരിക്കുന്നു. ഓർത്തു വയ്ക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് ആണ് അല്ലെ. നവംബർ 2-നാണ് ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീം വിശ്വകിരീടം നേടിയിരിക്കുന്നത്. ഉറപ്പായും PSC ഈ ചോദ്യം ഉറപ്പായും നമ്മളോട് ചോദിക്കും. കാരണം അത്രമേൽ പ്രധാനമാണ് ഈ ഒരു മത്സരവും ഈ ഒരു വിജയവും. എത്രയോ വർഷങ്ങളായി ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീമിന്റെയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആരാധകരുടെയും ഒക്കെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെയും ഒക്കെ തന്നെ ആരാധകരുടെയും ഒരു വലിയ കാത്തിരിപ്പാണ് ഇത്. പ്രത്യേകിച്ച് പുരുഷ ക്രിക്കറ്റിന് മാത്രം സപ്പോർട്ട് കിട്ടുന്ന ഒരു രാജ്യത്ത്, പുരുഷ ക്രിക്കറ്റ് മാത്രമാണ് എല്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരു കാലത്ത് ഇതാ വുമൻസ് ക്രിക്കറ്റ് ടീം കിരീടം നേടിയിരിക്കുന്നു. ഇവിടെ പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ഹർമൻപ്രീത് കൗർ. മറക്കരുത്, ഹർമൻപ്രീത് കൗർ. ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആണ് ഹർമൻപ്രീത് കൗർ. ഉറപ്പായും PSC ഈ ചോദ്യം നമ്മളോട് ചോദിക്കും. ഇന്ത്യൻ വുമൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഹർമൻപ്രീത് കൗർ. ഉറപ്പായും ഇനി വരുന്ന പെൺകുട്ടികൾക്ക്, ഒരുപക്ഷെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് ഹർമൻപ്രീത് കൗറിന്റെ ജീവിതവും പുള്ളിക്കാരുടെ കേളി ശൈലിയും ഒക്കെ തന്നെ. ക്രിക്കറ്റിനെ നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ഒരു പ്രചോദനമായി മാറട്ടെ ഈ പേര് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. മിഥാലി രാജിനോ അല്ലെങ്കിൽ നമ്മളെ വിട്ട് കടന്നുപോയ മുൻ ക്യാപ്റ്റന്മാർക്ക് ഒന്നും തന്നെ സാധിക്കാതിരുന്നത് ഹർമൻപ്രീത് നേടിയെടുത്തിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ലോക തലപ്പത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ടീമിന്റെ കോച്ച് എന്ന് പറയുന്നത് അമോൽ മജൂംദാർ ആണ്. ടീമിന്റെ കോച്ച് ആരാണ്? അമോൽ മജൂംദാർ. മറക്കരുത് ആ പേര്, അമോൽ മജൂംദാർ. കാരണം PSCയുടെ പുതിയൊരു ട്രെൻഡാണ് വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് നേടുന്ന ടീമിന്റെ ക്യാപ്റ്റനെ ചോദിക്കുക, അതുപോലെ തന്നെ കോച്ചിനെ ചോദിക്കുക എന്നുള്ളത്. നമുക്കറിയാം ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കോച്ചിനെ PSC അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫുട്ബോൾ വേൾഡ് കപ്പ് നേടിയ അർജന്റീൻ ടീമിന്റെ കോച്ചായിരുന്ന ലയണൽ സ്കെലോണിയെ കുറിച്ചും PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ പേരും ലയണൽ സ്കെലോണി, ആ പേരും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കോച്ചിനെ ചോദിക്കുന്ന ഒരു രീതി PSCയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഉറപ്പായും ഈ പേര് പഠിച്ചു വെക്കുക. ഇനി ഫൈനൽ നടന്നത്, അതായത് 2025 നവംബർ 2 വുമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഫൈനൽ നടന്ന സ്റ്റേഡിയം അത് DY പട്ടീൽ സ്റ്റേഡിയം നവി മുംബൈയിലാണ്. DY പട്ടീൽ സ്റ്റേഡിയം നവി മുംബൈ. മറന്നു പോകരുത്, DY പട്ടീൽ സ്റ്റേഡിയം നവി മുംബൈ. ഇനി ഇവിടെ ഓർത്തു വെക്കേണ്ട ചില കാര്യങ്ങളിലേക്ക് ഞാൻ പറഞ്ഞിരുന്നു. ആദ്യ എഡിഷൻ നടക്കുന്നത് 1973 എന്നുള്ളത് ഓർക്കുക. മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പ് പോലും ആദ്യ എഡിഷൻ നടക്കുന്നത് 1975 മാത്രമാണ്. എങ്കിൽ ഓർത്തു വെക്കുക, അവിടെ വിമൻസ് ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് ആണ് ആദ്യം നടക്കുന്നത്. ഇത് ഇംഗ്ലണ്ടിലാണ് നടക്കുന്നത്. ആദ്യ എഡിഷൻ നടക്കുന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ഞാൻ പറഞ്ഞിരുന്നു ആദ്യ വിജയികൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. ആദ്യ വിജയി ആരാണ്? ഇംഗ്ലണ്ടാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയത് ഓസ്ട്രേലിയയാണ്. ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ ഏകദേശം 7 തവണയാണ് കിരീടം നേടിയിട്ടുള്ളത്. 7 തവണയാണ് കിരീടം നേടിയിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീം ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയാണ്. 7 തവണ. ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടിയ ടീം ഏതാണ്? ഓസ്ട്രേലിയയാണ്. 7 തവണയാണ് കിരീടം നേടിയിരിക്കുന്നത്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ, അതായത് 2025 ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. അപ്പൊ ഉറപ്പായും ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഉറപ്പായും PSC ഈ ചോദ്യങ്ങൾ ചോദിക്കും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയുണ്ട്. ഇന്ത്യക്ക് ആദ്യ വേൾഡ് കപ്പ് ലഭിക്കുന്നത് 1983 ഇന്ത്യക്ക് ആദ്യത്തെ വേൾഡ് കപ്പ് ലഭിക്കുന്നത്. അന്ന് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് കപിൽ ദേവ് ആണ്. കപിൽ ദേവ്. നമ്മൾ കപിലിന്റെ ചെകുത്താന്മാരെന്നാണ് ആ ഒരു ടീമിനെ പറയുക. കപിൽ ദേവ്. 1983 ഇന്ത്യക്ക് ആദ്യത്തെ വേൾഡ് കപ്പ് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് ലഭിക്കുന്നത് 2007.
ഇന്ത്യക്ക് പ്രഥമ T20 വേൾഡ് കപ്പ്, അതായത് കുട്ടി ക്രിക്കറ്റിന്റെ നമ്മൾ പറയുന്ന T20 ക്രിക്കറ്റിന്റെ പ്രഥമ എഡിഷൻ നടക്കുന്ന സമയത്ത്, അതിന്റെ വേൾഡ് കപ്പിന്റെ പ്രഥമ എഡിഷൻ നടക്കുന്ന സമയത്ത് ആ കിരീടം നേടുന്നത് ഇന്ത്യയാണ്. അപ്പൊ ആ ചോദ്യം രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന്, ഇന്ത്യക്ക് ആദ്യത്തെ T20 വേൾഡ് കപ്പ് ലഭിച്ച വർഷം ചോദിക്കാം, 2007. അല്ലെങ്കിൽ ആദ്യത്തെ T20 വേൾഡ് കപ്പ് നടന്ന വർഷമോ ആദ്യ വേൾഡ് കപ്പ് നേടിയത് ആര് എന്നൊക്കെ ചോദിക്കാം. ഒക്കെ ഉത്തരം ആര് തന്നെയാണ്? ഇന്ത്യയാണ്. അന്ന് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് MS ആണ്, MS ധോണിയാണ് ആ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത്. ഇനി അത് മാത്രമല്ല, അത് കഴിഞ്ഞ് 2011ലാണ് ഇന്ത്യ വീണ്ടും ഏകദിന വേൾഡ് കപ്പ് നേടുന്നത്. ഇന്ത്യ വീണ്ടും ഏകദിന വേൾഡ് കപ്പ് നേടുന്നത് ക്രിക്കറ്റിന്റെ ദൈവമെന്നും, അല്ലെ, ഗോഡ് ഓഫ് ക്രിക്കറ്റ്, ക്രിക്കറ്റിന്റെ ദൈവമെന്നും, അതുപോലെ തന്നെ ബോംബെ ബോംബർ എന്നും ഒക്കെ അറിയപ്പെടുന്ന നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ, മാസ്റ്റർ ബ്ലാസ്റ്റർ എന്നറിയപ്പെടുന്ന സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഒരു വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ നമുക്ക് കഴിയുന്നു 2011. ഒന്നും ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നത് MS ധോണിയാണ്. രണ്ടാമതായി ഇന്ത്യ വേൾഡ് കപ്പ് നേടുന്നത് ഈ പറയുന്ന 2011. അത് കഴിഞ്ഞ് വീണ്ടും ഇന്ത്യ ഒരു വേൾഡ് കപ്പ് നേടുന്നു, T20 വേൾഡ് കപ്പ്, രണ്ടാമത്തെ T20 വേൾഡ് കപ്പ്. ഹിറ്റ്മാൻ എന്നറിയപ്പെടുന്ന രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ 2024 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടുന്നുണ്ട്. 2024 അതിനുശേഷം ഇതാ ഇപ്പോ 2025 വുമൻസ് ക്രിക്കറ്റ് ടീം വേൾഡ് കപ്പ് നേടുന്നത്. വീണ്ടും ആ ഒരു സന്തോഷം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യൻ വുമൻസ് ക്രിക്കറ്റ് ടീം ലോക കിരീടം നേടിയിരിക്കുന്നു. അവർ വിശ്വ കിരീടത്തിന്റെ തലപ്പത്ത് എത്തിയിരിക്കുന്നു. ഏറ്റവും സന്തോഷം. അഭിനന്ദനങ്ങൾ ടീം ഇന്ത്യ.